കുത്ത് വെള്ളം കൊണ്ടുവാ. ആ എത്തി കൊച്ചമ്മ. ചൂട് ജീരകവെള്ളം. എല്ലാം വൃത്തിയാക്കിയോ അവിടെ? പിന്നെ എല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കൊച്ചമ്മ, നമുക്ക് ഓരോ റൂമിലും ഇതുപോലെ മാവ് കൊണ്ട് തട്ടിട്ടിട്ട് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചാലോ? അതെന്തിന്? അല്ല, അപ്പം എല്ലാ റൂമും വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അത് ശരി. അപ്പൊ അവര് വൃത്തിയാക്കാനാണെങ്കിൽ പിന്നെ നിനക്കെന്തോ ഇവിടെ പണി? ഞാൻ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കൺട്രാക്ടായിട്ട് നിൽക്കാം. ഇതേ പൈസ തന്നാ മതി. അത് ശരി, ഇതേ പൈസ കോൺട്രാക്ടറാണ്. അത്രേ ഉള്ളൂ. ഓ, എന്തൊരു അനുകമ്പായിട്ടുണ്ട്. എന്തോ നാടാ ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ എപ്പോ നോക്കിയാ. അതിനോട് കൊച്ചമ്മ, ലക്ഷ്മി കുഞ്ഞ് രാവിലെ കാപ്പി കുടിച്ചു. പക്ഷെ സുരഭി ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഈ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം തുടങ്ങി വെക്കുന്നത് ലക്ഷ്മി കുഞ്ഞാണേ. അത് വിഷമമായി. അതിന്റെ കൂടെ പ്രതീക്ഷ കുഞ്ഞും കൂടെ വഴക്ക് പറഞ്ഞു. അതും കൂടെ ആയപ്പോ ആകെ വിഷമമായി. പാവം. നീ ഒരു കാര്യം ചെയ്യും, അവളെ ചെന്ന് വിളിക്ക്. കഴിക്കാൻ വരാം, ഞാൻ വിളിക്കുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ. പ്രതീക്ഷന്റെ അമ്മ പറഞ്ഞ് ഇന്ന് മുതൽ മെല്ലിൽ പോവാൻ. അപ്പൊ മെല്ലിൽ പോണോണ്ട് ഞാൻ പ്രതീക്ഷന് രാവിലെ കയറി ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോ ലക്ഷ്മി ചേച്ചി അവിടെ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു. ചുമ്മാ ഒരു കാര്യമുണ്ട് എന്റെ അടുത്ത് ഉടക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഞാൻ വിളിക്കാമേ. എന്ത്? കൊച്ചമ്മ വിളിക്കുന്നു. എന്തിന്? ആഹാരം കഴിക്കാൻ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുതരാ. കൊച്ചമ്മയാണ് വിളിക്കുന്നത്. ആര് വിളിച്ചാലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുതരാ. കിട്ടളതൊക്കെ നീ കിട്ടിയല്ല. മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആഹാരം ഞാൻ അവിടെ തന്നെ വെച്ചേക്കണോ അതോ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് കയറ്റണോ? എന്തെങ്കിലും ചെയ്യ്. എന്തിനാ ചോദിക്കുന്നത്? പട്ടിണി കിടക്കേ ചാവേ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇത് എന്നെ വിളിക്കല്ലേ പൊന്നപ്പി. ആർക്കറിയാ ഇതൊക്കെ. ആ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു മില്ലിൽ പോയിട്ട്? ഓ, വലിയ കാര്യമൊന്നുമില്ലമ്മ. ഞാൻ ചുമ്മാ അവിടെ അങ്ങ് നിന്നു കൊടുത്തു. പിന്നെ കാര്യങ്ങളെല്ലാം മാനേജർ ആണല്ലോ ചെയ്യുന്നത്. അത് ശരി, മാനേജർ നോക്കിയാ പോരെ മോനെ. ഇനിയും കാര്യങ്ങളൊക്കെ നീ നോക്കണം. അതൊക്കെ കണ്ടും കേട്ടും ചോദിച്ചും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആ, എന്താ മുഖത്തൊരു വാട്ടം? കുഴപ്പമൊന്നുമില്ലമ്മ. ഒന്നുമില്ലല്ലോ. ആ പിന്നെ സുരഭി ഇത് നേരം വെളുത്തതിന് ശേഷം ഒരു വക കഴിച്ചിട്ടില്ല. അതെന്താ? എന്താന്ന് വെച്ചാൽ നീ എന്തോ രാവിലെ അവളെ വഴക്ക് പറയോ ചീത്ത വിളിക്കുകയോ കൂടെ ചെയ്ത് ആകെ മൊത്തം അവള് സങ്കടപ്പെട്ടിരിക്കുക. എന്താ പാടാ? അമ്മ, ഞാൻ ആ നിമിഷത്തില് ദേഷ്യത്തിന്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയത്. അത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതെ, നിനക്കത് കാര്യമാക്കേണ്ട കാര്യമില്ലെന്ന് തോന്നും പറയുന്നവർക്ക്. പക്ഷെ കേൾക്കുന്നവർക്ക് അങ്ങനല്ല. ആ വിഷമം ഇങ്ങനെ മനസ്സിൽ കിടക്കും. മനസ്സിലായോ? ആ ചെല്ലേ, നീ അവളെ ചെന്ന് വിളിച്ചോണ്ടുവാ. എന്നിട്ട് വല്ലതും വന്ന് കഴിക്ക്. ശരിയോ? എന്ത് ചെയ്യും, പ്രായത്തിന്റെ കളികള്. ഇണക്കം പണക്കം. ചെറുപ്പമായ ഇങ്ങനെയൊക്കെ തന്നെ. ഈശ്വരോ രക്ഷ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.